അമേരിക്കയുടെ സുപ്രീം കോർട്ട് പ്രസിഡന്റ് ട്രംപിന്റെ ടാരിഫ് നയം റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യ US ട്രേഡ് എഗ്രിമെന്റ് അടക്കം മിക്ക വ്യാപാര കരാറുകളും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. US സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് വിപണികളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കിയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ടെക്നോളജി സ്റ്റോക്സിലുള്ള വീക്ക്നെസ് തുടരുകയാണ്. US-ലും IBM അടക്കമുള്ള ടെക് സ്റ്റോക്സിൽ വലിയ കറക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. വാട്ട് ആർ ദ ലൈക്ലി മാർക്കറ്റ് ട്രെൻഡ്സ് ഗോയിങ് ഫോർവേഡ്? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഇപ്പോഴത്തെ ചില പ്രധാന മാർക്കറ്റ് ട്രെൻഡ്സ് ചുരുക്കി പറയാം. ഒന്ന്, ട്രംപ് ടാരിഫ്സ് ആർ illegal. It is beyond the president's authority എന്ന US സുപ്രീം കോർട്ട് ഡിസിഷൻ ആഗോള വ്യാപാര രംഗത്തെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ അവർ അമേരിക്കയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിച്ചെങ്കിലും ഒപ്പുവെച്ചിട്ടില്ല. ഇന്നലെ US-ലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യൻ സംഘം അവരുടെ യാത്ര നീട്ടിവെച്ചിരിക്കുകയാണ്. ഇന്ന് പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗം വിപണികൾ ഏറെ ശ്രദ്ധിക്കും. എന്താണ് പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ സമീപനം എന്നറിയാൻ വിപണികൾക്ക് ഏറെ ആശങ്കയുണ്ടാകും, താല്പര്യമുണ്ടാകും. സുപ്രീം കോർട്ട് വിധി വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് എല്ലാ രാജ്യങ്ങളുടെയും മേൽ 10% യൂണിഫോം ടാരിഫ് പ്രഖ്യാപിച്ചു. വൈകാതെ ഇത് 15% വർദ്ധിപ്പിച്ചു. ഇൻ ടിപ്പിക്കൽ ട്രംപിയൻ സ്റ്റൈൽ. ഈ 15% തീരുവ പുതിയ സെക്ഷനിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെക്ഷൻ 122. മുമ്പ് തീരുവ പ്രഖ്യാപിച്ചത് IEEPA എന്ന വകുപ്പിലാണ്. ഇന്റർനാഷണൽ ഇക്കണോമിക് എമർജൻസി പവേഴ്സ് ആക്ട് എന്നതായിരുന്നു ആ വകുപ്പ്. ഈ വകുപ്പിന് കീഴിൽ ടാരിഫ് ചുമത്താനുള്ള അധികാരം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന് മാത്രമാണ്, അമേരിക്കൻ പ്രസിഡന്റിന് അല്ല എന്നായിരുന്നു സുപ്രീം കോടതി വിധി. അതുകൊണ്ട് സെക്ഷൻ 122 ഉപയോഗിച്ച് 150 ദിവസത്തേക്ക് എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായി 15% തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 150 ദിവസം കഴിഞ്ഞാൽ US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ അംഗീകാരം ഉണ്ടായാൽ മാത്രമേ ഇത് തുടരാനാവൂ എന്നതും ശ്രദ്ധേയമാണ്. ഈ പുതിയ പ്രഖ്യാപനവും സെക്ഷൻ 122 15% തീരുവ പ്രഖ്യാപനവും വൈകാതെ കോടതികളിൽ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 122 വകുപ്പിൽ തീരുവ ചുമത്തണമെങ്കിൽ രാജ്യം ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. US-ൽ ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രോബ്ലം ഇല്ല എന്നതാണ് വസ്തുത. ബാലൻസ് ഓഫ് ട്രേഡ് പ്രോബ്ലം ഉണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഈ ടാരിഫ് നടപടിയും കോടതികൾ റദ്ദാക്കാനാണ് സാധ്യത എന്നതാണ് നിയമവിദഗ്ധർ പറയുന്നത്. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ളൊരു ട്രെൻഡ് വിപണിയെ സാരമായി ബാധിച്ചത്, ഇപ്പോഴും ബാധിക്കുന്നത് IT മേഖലയിലെ സെൽ ഓഫ് ആണ്. ആന്ത്രോപിക് കമ്പനിയുടെ ക്ലോഡ് കോവർക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ IT മേഖലയിൽ വലിയ ഡിസ്റപ്ഷൻ ഉണ്ടാക്കും എന്നാണ് വിപണി ഭയപ്പെടുന്നത്. പെട്ടെന്നുണ്ടാവുന്ന അപ്രതീക്ഷിതമായ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ് ഈ ഡിസ്റപ്ഷൻസ് ഉണ്ടാകുന്നത്. ഇത് ആർക്കും മുൻകൂട്ടി കാണാനാവില്ല. ഒരു വിദഗ്ധനും ഇത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു വർഷം മുമ്പ് ഇന്ത്യയിലെ മുൻനിര ലാർജ് ക്യാപ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ നല്ല റിട്ടേൺസ് നൽകുന്ന അവരുടെ ലാർജ് ക്യാപ് ഫ്ലെക്സി ക്യാപ് സ്കീമുകളിൽ IT സ്റ്റോക്സ് ഒരു പ്രധാന സെഗ്മെന്റ് ആയിരുന്നു. IT സ്റ്റോക്സിന് നല്ല സ്ഥാനമുണ്ടായിരുന്നു. ആന്ത്രോപിക് ഷോക്കിന് ശേഷം സാഹചര്യം മാറിയിരിക്കുകയാണ്. ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹാവ് സോൾഡ് IT സ്റ്റോക്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. 2025 FIIs വിൽപ്പന നടത്തിയപ്പോഴും അവർ ചില IT സ്റ്റോക്സ് വാങ്ങിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവയിലും വലിയ വിൽപ്പനയാണ് നടത്തുന്നത്. പെട്ടെന്നുണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിലും പെട്ടെന്നാണ് മാറ്റമുണ്ടാക്കുക എന്നുള്ള കാര്യം നിക്ഷേപകർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ IT കമ്പനികളുടെ ഓഹരികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ റിയാക്ഷൻ ഈ വർഷം തന്നെ ഇതുവരെ 16% താഴ്ചയാണ് IT ഇൻഡെക്സിൽ ഉണ്ടായിരിക്കുന്നത്. ദിസ് ഇസ് എ ബിഗ് കറക്ഷൻ, മാസീവ് കറക്ഷൻ. ഈ ഒരു കറക്ഷൻ IT കമ്പനികൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു വിഭാഗം വിദഗ്ധർക്ക് അഭിപ്രായമുണ്ട്. ആന്ത്രോപിക് തന്നെ ഇൻഫോസിസുമായി പുതിയ ഒരു കൊളാബറേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ മേഖലകൾ, ഇതേവരെ ആരും സങ്കല്പിക്കാത്ത തരത്തിലുള്ള പുതിയ മേഖലകളും IT കമ്പനികൾക്കൊക്കെ തന്നെ ഉണ്ടാവും എന്ന അഭിപ്രായവും വിദഗ്ധർക്കുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈവൻ ദ വേൾഡ്സ് ലീഡിംഗ്
ടെക് എക്സ്പേർട്സ് ആർ കൺഫ്യൂസ്ഡ്. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? 3, വിപണിയിലെ മറ്റൊരു പ്രധാന ട്രെൻഡ് FIIs ഇന്ത്യയിൽ ഈ മാസം ബയേഴ്സായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഈ മാസത്തെ 17 ട്രേഡിംഗ് ദിവസങ്ങളിൽ 10ലും FIIs ബയേഴ്സ് ആയിരുന്നു, ഇന്നലെ അടക്കം. കോർപ്പറേറ്റ് ഏർണിങ്സിൽ ഉണ്ടാവുന്ന വർധനവ്, പ്രത്യേകിച്ച് Q3 റിസൾട്ട്സിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അതാണ്. ഭാവിയിലും ഈ ഏർണിങ്സ് ഗ്രോത്തിൽ വർധനവുണ്ടാവും എന്ന പ്രതീക്ഷയാണ് FIIസിനെ ബയേഴ്സായി മാറ്റിയിട്ടുള്ള പ്രധാന ഘടകം എന്ന് ഓർക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ FIIs IT സ്റ്റോക്സിൽ വലിയ വിൽപ്പന നടത്തിയപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിലും ഫൈനാൻഷ്യൽസിലും വലിയ ബയേഴ്സ് ആയിരുന്നു. ദിസ് ഈസ് റിഫ്ലക്റ്റിംഗ് in the stock prices of these sectors. Therefore, watch out for these segments.